ഇല്ല, നോക്കൂ, പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തങ്ങൾക്ക് അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഗീയ ശക്തികളെയും നല്ലോണം പാലൂട്ടുകയും ശക്തിപ്പെടുത്തുകയും വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരുടെ പിന്തുണ ഇടത് സർക്കാരിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വർഗീയ രാഷ്ട്രീയ ശക്തികളെല്ലാം UDF-നെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും PFI ആണെങ്കിലും മറ്റേ SDPI ആണെങ്കിലും എല്ലാം വളരെ പരസ്യമായിട്ട് UDF-ന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ സംഘടിത ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ പിന്തുണ LDF-നാണ് കിട്ടിയതെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ അത് പിന്തുണ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇടതുപക്ഷം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നേരെ തിരിച്ച് അതേ സമയത്ത് ഒരു റൈറ്റ് വിങ് അപ്പീസ്മെന്റിന് വേണ്ടിയിട്ടും ഇപ്പുറത്തെ ഹിന്ദു പണ്ഡിതത്തിനും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ യെസ്. ശ്രമിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ബാലൻസിന് വേണ്ടിയിട്ട് അവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ശക്തികളെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പാലസ്തീനും ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുകയും ഒരു ഘട്ടത്തിൽ അവർ തങ്ങൾക്കെതിരായി തിരികുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് തങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു, പ്രത്യേകിച്ച് ഇപ്പൊ ഒക്ടോബർ 3-ാം തീയതി ായിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആസിഫ വിഷയത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന വാട്സപ്പ് കേരളത്തിൽ അത് കലാപമായി മാറുന്നത്? ബേക്കറി ലഹള ഉൾപ്പെടെ ബേക്കറികളൊക്കെ ആക്രമിച്ച് മുട്ടപ്പപ്സും ഒക്കെ മോഷ്ടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ കലാപം നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക അനുഭവം നമുക്ക് അറിയാമല്ലോ. അപ്പൊ ആ ഇത്തരം വാട്സപ്പ് ഹർത്താലുകൾ മാറാനുള്ള സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ RSS കേരളത്തിൽ ഏതെങ്കിലും കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള യാതൊരു അനുഭവം ഇല്ല. RSS കലാപത്തുമായി ബന്ധപ്പെട്ട RSS പേര് പരാമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നാദാപുര കലാപത്തിലാണ്. നാദാപുര കലാപത്തിൽ CPM-ഉം മുസ്ലിം ലീഗും എല്ലാം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയ സംഘർഷം പിന്നീട് മതപരമായിട്ടുള്ള സ്വഭാവം ആർജിച്ചു എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ബാക്കി ഇപ്പൊ ഈ മാറാട് കലാപത്തിൽ നിരായുധരായിട്ടുള്ള വീട്ടിലുറങ്ങി കിടന്നിരുന്ന ഹിന്ദു അരയന്മാരെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നിട്ടുള്ള സംഭവം, അതൊരു ഏകപക്ഷമായിട്ടുള്ള കൂട്ടക്കൊലയാണ്. അത് കലാപം എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? പൂന്തുറ കലാപം നടക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗവും തമ്മിലാണ്. അതിൽ ഹിന്ദു ഉൾപ്പെട്ടിട്ടില്ല. ഭീമാപ്പള്ളി വെടിവെപ്പ് നടന്നത് മുസ്ലിം കടപ്പുറത്ത് ജീവിച്ചിരുന്ന മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നിട്ടാണ് ഭീമാപ്പള്ളി വെടിവെപ്പ് നടക്കുന്നത്. അപ്പൊ കേരളത്തിലെ എല്ലാ കലാപത്തിന്റെയും ഒരു പക്ഷത്ത് RSS ഉണ്ട് എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ RSS-നോട് ഒരാശങ്ക കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നും അല്ല. തങ്ങളുടെ നിയന്ത്രണത്തിലായിട്ട് ചില ശക്തികൾ ഇപ്പൊ തങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതിന്റെ ഒരു ബേജാറിൽ നിന്നാവാം ഈ പരാമർശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ചങ്ങാത്തമാവാം, അവരുടെ വോട്ടുകൾ വേണം, അധികാരത്തിലെത്താൻ അവരെ കൂടെ കൂട്ടാം. പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ RSS-ഉമായി ഒരു തരത്തിലുള്ള ബാന്ധവവും പോലീസ് വെച്ച് പുലർത്തരുത്. RSS-ൽ നിന്നും അച്ചടക്കം കണ്ടു പഠിക്കാനെങ്കിലും മുഖ്യമന്ത്രിക്ക് സേനയെ ഉപദേശിക്കാമായിരുന്നു.